നീ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുകയാണ് എന്നത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അത് ചെറുതായിരിക്കാം, അത് ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കാം, പക്ഷെ അത് മരിച്ചിട്ടില്ല. ജീവിതത്തിലൊരു സത്യമുണ്ട്. നീ ആഗ്രഹിക്കുന്ന ഏതൊരു ജീവിതവും, ഏതൊരു നേട്ടവും, ഏതൊരു ഉയരവും നിനക്ക് ലഭ്യമാണ്. പക്ഷെ അത് സൗജന്യമല്ല. അത് വില ചോദിക്കും, അത് ശാസനം ചോദിക്കും, അത് നിന്നെത്തന്നെ മാറ്റാൻ ആവശ്യപ്പെടും. പലരും ജീവിതത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നു, അവർ സ്വപ്നം കാണുന്നു, പക്ഷെ അവർ തീരുമാനിക്കുന്നില്ല. ആഗ്രഹം മാത്രം മതിയല്ല. ലോകം ആഗ്രഹത്തെ അംഗീകരിക്കില്ല. ലോകം പ്രവർത്തനത്തെയാണ് അംഗീകരിക്കുന്നത്. ഇന്ന് നീ നിന്നോട് ചോദിക്കണം, എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? പണം വേണമോ? സ്വാതന്ത്ര്യം വേണമോ? അംഗീകാരം വേണമോ? അതെല്ലാം ശരി, പക്ഷെ എത്ര, എപ്പോഴേക്ക്, എന്തിനായി? ലക്ഷ്യം വ്യക്തമായില്ലെങ്കിൽ നടപടി സ്ഥിരതയില്ല. സ്ഥിരതയില്ലെങ്കിൽ ഫലമുണ്ടാകില്ല. നീ ഒരു ലക്ഷ്യം എഴുതിവെക്കണം. കണ്ണുകളടച്ചത് കാണണം. അത് ഇതിനകം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അനുഭവിക്കണം. കാരണം മനസ്സ് കാണാത്ത ലക്ഷ്യം ജീവിതം കൈവരിക്കില്ല. ഇപ്പോൾ മറ്റൊരു സത്യം കേൾക്കൂ. നിനക്കുള്ള ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല, അതകത്താണ്. ഒരു ശബ്ദം പറയും, ഇത് ബുദ്ധിമുട്ടാണ്. മറ്റൊരു ശബ്ദം പറയും, നീ സാധാരണക്കാരനാണ്. മറ്റൊരു ശബ്ദം പറയും, പിന്നീട് നോക്കാം. അവ ശബ്ദങ്ങൾ യഥാർത്ഥ ശത്രുക്കളാണ്. നീ നിന്റെ മനസ്സിന്റെ കാവൽക്കാരനാകണം. പ്രതിദിനം ലക്ഷ്യം ഓർമ്മിപ്പിക്കണം. പ്രതിദിനം നീ ആരാകാൻ തീരുമാനിച്ചുവെന്ന് ഓർമ്മിക്കണം. നീ നിന്നെ എങ്ങനെ കാണുന്നു? ഞാൻ അലസനാണ് എന്ന് വിശ്വസിച്ചാൽ നിന്റെ പ്രവർത്തനങ്ങളും അതുപോലെയായിരിക്കും. ഞാൻ ശാസനയുള്ളവനാണ് എന്ന് വിശ്വസിച്ചാൽ നിന്റെ പ്രവർത്തനങ്ങൾ മാറും. തിരിച്ചറിയൽ ആദ്യം മാറണം, ഫലം പിന്നീട് വരും. ഇപ്പോൾ കാര്യം കേൾക്കൂ. വിജയം മായാജാലമല്ല, അത് കാരണഫല നിയമമാണ്. നീ ആരോഗ്യവാനാകണമെങ്കിൽ വ്യായാമം ആവർത്തിക്കണം. നീ സമ്പന്നനാകണമെങ്കിൽ മൂല്യം സൃഷ്ടിക്കണം. നീ ശക്തനാകണമെങ്കിൽ പ്രതിബന്ധങ്ങളെ നേരിടണം. ഓരോ ഫലത്തിനുമൊരു കാരണമുണ്ട്. നീ കാരണമാകണം. ജീവിതത്തിൽ പ്രയാസം വരും. നിനക്ക് തള്ളിക്കളയപ്പെടാം. നീ പരാജയപ്പെടാം. പക്ഷേ പരാജയം അവസാനമല്ല. നീ നിലത്ത് കിടക്കാൻ തീരുമാനിച്ചാൽ മാത്രമാണത് അവസാനമാകുന്നത്. മികച്ച ആളുകൾ വീണിട്ടില്ലെന്ന് കരുതരുത്. അവർ കൂടുതൽ തവണ എഴുന്നേറ്റവരാണ്. പ്രതിബന്ധം ഒരു സിഗ്നലാണ്. നീ മുന്നോട്ടു പോകുന്നുവെന്ന സിഗ്നൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തയ്യാറാകുന്നത് കാത്തിരിക്കരുത്. മികച്ച സമയം ഒരിക്കലും വരില്ല. പൂർണ്ണ വ്യക്തത ഒരിക്കലും ഉണ്ടാകില്ല. നടക്കുമ്പോഴാണ് വ്യക്തത വരുന്നത്. പ്രവർത്തിക്കുമ്പോഴാണ് ആത്മവിശ്വാസം വരുന്നത്. നീ ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കണം. വലിയ ചുവടല്ല, ചെറുതെങ്കിലും സ്ഥിരമായത്. അത് വീണ്ടും ആവർത്തിക്കുക. വീണ്ടും വീണ്ടും. ഇതാണ് രഹസ്യം. നിന്റെ സമയം വിലപ്പെട്ടതാണ്. 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ വിജയികൾ അത് നിക്ഷേപം പോലെ ഉപയോഗിക്കുന്നു. നീ രാവിലെ എങ്ങനെ തുടങ്ങുന്നു? ഫോൺ നോക്കിയാണോ? അല്ലെങ്കിൽ ലക്ഷ്യമോർത്തെഴുന്നേൽക്കുന്നതാണോ? ഒരു നല്ല രാവിലെ ഒരു നല്ല ജീവിതത്തിന്റെ തുടക്കമാണ്. ഇപ്പോൾ ഞാൻ നിനക്കൊരു സത്യം പറയാം. ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. നിന്റെ സുഹൃത്തുക്കളല്ല, സമൂഹമല്ല, ഭാഗ്യമല്ല. നീ തന്നെ നിന്റെ ജീവിതത്തിന്റെ നിർമ്മാതാവാണ്. ഇത് ഭാരം പോലെ തോന്നാം, പക്ഷേ ഇത് സ്വാതന്ത്ര്യമാണ്. കാരണം നീ നിയന്ത്രണത്തിലാണ്. നീ മുന്നോട്ടു പോകുമ്പോൾ പുതിയ പരീക്ഷണങ്ങൾ വരും. വിജയം വന്നാൽ ആത്മസന്തോഷം നിന്നെ മന്ദഗതിയിലാക്കാൻ ശ്രമിക്കും. ഇതുവരെ മതിയെന്ന് മനസ്സു പറയും. പക്ഷേ ഓർക്കുക, മഹത്വം ഒരിക്കൽ നിർമ്മിക്കപ്പെടുന്നതല്ല, പ്രതിദിനം നിർമ്മിക്കപ്പെടുന്നതാണ്. ഓരോ രാവിലെയും നീ വീണ്ടും തീരുമാനിക്കണം, ഞാൻ വളരുകയോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുകയോ. ഇപ്പോൾ അവസാന സത്യം കേൾക്കൂ. നിനക്ക് ലക്ഷ്യം നേടുമ്പോൾ നിനക്കേറ്റവും സന്തോഷം നൽകുന്നത് പണമല്ല, അംഗീകാരമല്ല, നീ ആയ വ്യക്തിയാണ്. നിന്റെ ശാസനം, നിന്റെ സ്ഥിരത, നിന്റെ ആത്മബഹുമാനം, അതാണ് യഥാർത്ഥ നേട്ടം. ഇന്ന് നീയൊരു തീരുമാനമെടുക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം നിർമ്മിക്കുമെന്ന്. ഇതൊരു വലിയ പ്രഖ്യാപനം ആവശ്യമില്ല. ഒരു ചെറിയ ഉറച്ച തീരുമാനം മതി. ഓരോ ദിവസം ഒരു ചെറിയ നടപടി. ഓരോ ദിവസം ഒരു ചെറിയ പുരോഗതി. ഓരോ ദിവസം ഒരു വോട്ട് നീ ആകാൻ തീരുമാനിച്ച വ്യക്തിക്കു വേണ്ടി. നീ സ്വപ്നം കാണുന്ന ജീവിതം നിനക്ക് നൽകപ്പെടുന്നതല്ല, അത് നിർമ്മിക്കപ്പെടുന്നു. ഇന്നു മുതൽ നീ നിർമ്മിക്കാൻ തുടങ്ങുക. നിന്റെ തീ സംരക്ഷിക്കുക. നിന്റെ ശാസന ശക്തമാക്കുക. നിന്റെ ലക്ഷ്യം വ്യക്തമായി പിടിച്ചു നിർത്തുക. കാരണം അവസാനം ജീവിതം ഭാഗ്യത്തിന്റെ ഫലമല്ല, തീരുമാനത്തിന്റെ ഫലമാണ്.
നിർമ്മാതാവ് നീ തന്നെയാണ്.